അദ്ദേഹം എതിരാളികളുടെ സഹായം സ്വീകരിക്കുക. അങ്ങനെ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറുന്ന നിലയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹം പറയുന്നത് വലിയ അവഗണന അദ്ദേഹം നേരിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ പാർട്ടിക്കകത്ത് ആർക്കും ആ അവഗണന എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പാർട്ടി ഒരു പൊതുവായ നിലപാടെടുത്തു. 75 വയസ്സൊരു പരിധിയായിട്ട് വെച്ചു. ആ 75 വയസ്സിൽ നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്ന കുറേ ആളുകൾ പാർട്ടിയുടെ സജീവ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതായത് ഭാരവാഹിത്വം, പിന്നെ കമ്മിറ്റി അംഗത്വം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ്. ആ ബാധകമായ കാര്യം സുധാകരനും ബാധകമാക്കി. പക്ഷേ സുധാകരൻ അത് ബോധ്യപ്പെട്ടില്ല. അതാണ് പ്രശ്നം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവഗണനയാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ബാധകമാകുന്ന കാര്യം ബാധകമാക്കിയെന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അത് ബാധകമായതിന് ശേഷം അദ്ദേഹത്തെ അവഗണിച്ചോ? ആലപ്പുഴയിലെ പാർട്ടി അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിഗണിക്കുകയാണ് ചെയ്തത്. ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു പ്രത്യേക മുറി തന്നെ അദ്ദേഹത്തിന് ഒരുക്കി വെച്ചു. അത് അദ്ദേഹത്തിന് നേരത്തെ ഉപയോഗിച്ചതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു അവഗണനയും ഉണ്ടായില്ല. അദ്ദേഹത്തിന് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാം. മറ്റ് പരിപാടികൾ, പൊതുപരിപാടികൾ വരുമ്പോൾ നേരത്തെ ഉള്ളതുപോലെ തന്നെ എല്ലാ പരിപാടികൾക്കും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു അവഗണനയുടെ പ്രശ്നവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവഗണനയുടെ പ്രശ്നമില്ല എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കണം എന്ന് തോന്നുക. മത്സരിക്കാൻ പാർട്ടി നിശ്ചയിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എതിരാളികളുടെ സഹായം സ്വീകരിക്കുക. അങ്ങനെ പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിയായി മാറുന്ന നിലയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. ഞങ്ങൾക്കൊരാശങ്ക അവിടെയില്ല. ജി സുധാകരൻ ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത് അദ്ദേഹത്തിന് വന്നൊരു അധപ്പതനമായി അവിടുത്തെ ആളുകൾ കാണുന്നു. അതിൻ്റെ ഭാഗമായി പാർട്ടിക്ക് എന്തെങ്കിലും ഒരു പോറൽ ഏൽക്കുമെന്ന ആശങ്ക ഞങ്ങൾക്കില്ല.